സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട 10 തിയറംസ് അല്ലെങ്കിൽ 10 ലോസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ വളരെ എളുപ്പമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് മൊമെൻറ്റം അല്ലേ, മൊമെൻറ്റത്തിന് ഞാൻ പി എന്ന് എഴുതി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം of a body is directly proportional to the applied force. It is directly proportional to the applied force and it takes place in the direction in which force acts. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിക്കുക, അത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ്. അപ്പോൾ എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഒന്നും അറിയാത്തവർ ഇങ്ങനെ തന്നെ എഴുതണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. അത്രയെങ്കിലും എഴുതുക. ന്യൂട്ടൺ സെക്കൻഡ് ലോ. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. മൊമെൻറ്റം കൺസർവേഷൻ പ്രിൻസിപ്പിൾ. ലീനിയർ മൊമെൻറ്റം ആണല്ലേ. അപ്പോൾ അവിടെ ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് എഫ് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 0. ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0, അതായത് ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ദെൻ ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ലീനിയർ മൊമെൻറ്റം എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത്രയെങ്കിലും നിങ്ങൾ എഴുതി വയ്ക്കുക. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, അടുത്തതായിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൺസർവേഷൻ ആണ്. വളരെ സിമ്പിളാണ്. ദി ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കൺസേർവ്ഡ് ഇഫ് ദി ഫോഴ്സസ് ഡൂയിങ് വർക്ക് ഓൺ ഇറ്റ് ആർ കൺസർവേറ്റീവ്. അതായത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. എന്താണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. Total mechanical energy remains constant or it is conserved. If the forces doing work on it are conservative. അവിടെ വർക്ക് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം കൺസർവേറ്റീവ് ആണെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അപ്പോൾ ഇത് വേണമെങ്കിലും നമുക്ക് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഉപയോഗിക്കാം. നെക്സ്റ്റ് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഓർ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതിനാണ് ആ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്, എവരി ബോഡി ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ ബോഡി വിത്ത് എ ഫോഴ്സ്. എവരി ബോഡി ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് നമുക്ക് 2 മാസസ് ഉണ്ട്, m1ഉം m2ഉം. അപ്പോൾ ഇതിനിടയിൽ ഒരു r ഡിസ്റ്റൻസും ഉണ്ടെങ്കിൽ ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് 2 ബോഡീസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. Then F is equal to G. Proportionality constant ആണ് G into m1 m2 by r square, where this G is called universal gravitational constant. G is gravitational constant. Then ഒന്നുകൂടെ ഞാൻ പറയാം. Newton's law of gravitation states that every body in the universe attracts every other body with a force which is directly proportional to product of their masses and inversely proportional to the square of the distance between them. അപ്പോൾ ഈ ഫോർമുലയും എഴുതി ഇത് എഴുതുക, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഇനി പിന്നെ നമുക്ക് പഠിക്കേണ്ട അടുത്ത ലോയാണ് ഇലാസ്റ്റിസിറ്റിയിൽ പഠിക്കേണ്ട ലോ, ഹുക്സ് ലോ. വളരെ സിമ്പിളാണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. ഇപ്പോൾ ഹുക്സ് ലോ വളരെ സിമ്പിളാണ്. 2 കാര്യങ്ങൾ പ്രൊപ്പോർഷണൽ ആണെന്നാണ്. അപ്പോൾ അവിടെ പ്രത്യേകം ഓർക്കേണ്ടത് വിത്ത് ഇൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്.
ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത്, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്, ഈ വേർഡ് വിട്ടു പോകരുത്, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദിസ് ഈസ് ഹുക്സ് ലോ. വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നെക്സ്റ്റ് ഈസ് പാസ്കൽസ് ലോ. ഈ പാസ്കൽസ് ലോ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. ഹൈഡ്രോളിക് ലിഫ്റ്റാണ് പാസ്കൽസ് ലോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പാസ്കൽസ് ലോ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽസ് ലോ. ആൻഡ് ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി പ്രഷറിനെ കുറിച്ചാണ് പറയുന്നത്. പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം. ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഫ്ലൂയിഡിൽ എവിടെയെങ്കിലും പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു ഓൾ അതർ പോയിന്റ്. ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു എവരി അതർ പോയിന്റ്. ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു ഓൾ അതർ പോയിന്റ്സ്. എന്താണ് പാസ്കൽസ് ലോ? ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പാസ്കൽസ് ലോ. പ്രഷർ അപ്ലൈഡ് at a fluid in equilibrium. Pressure applied at a fluid in equilibrium is transmitted equally to all other points. Okay, then Bernoulli's theorem. Bernoulli's theorem states that as we move along a streamline, the sum of pressure, kinetic energy per unit volume and potential energy per unit volume remains constant. അപ്പോൾ ബെർണോളിസ് തിയറത്തിൽ നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയാണ്? സ്ട്രീം ലൈൻ മോഷനിലുള്ള കാര്യമാണ്. As we move along a streamline, sum of pressure, kinetic energy per unit volume. Kinetic energy half mv square ആണ്. Per unit volume വരുമ്പോൾ m പോയിട്ട് റോ വരും. മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആയി. അപ്പോൾ നിങ്ങൾ ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആണ് അല്ലേ. പെർ യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആകുമ്പോൾ റോ ജി എച്ച് is equal to a constant. Okay, അപ്പോൾ sum of pressure, kinetic energy per unit volume and potential energy per unit volume remains constant. അപ്പോൾ എന്താണ് ബെർണോളിസ് തിയറം? വളരെ എളുപ്പമല്ലേ, ഈ ഇക്വേഷൻ ഓർത്താൽ മതി. ഇത് സ്ട്രീം ലൈൻ മോഷനിലാണ് നോക്കുക. as we move along a streamline, അല്ലെങ്കിൽ for a streamline motion, for a streamline motion. പിന്നെ നിങ്ങൾ ഇവിടെ നോക്കുക, കണ്ടോ, ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം. സം ഓഫ് എന്തൊക്കെയാണ്? പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. എന്താണ് ബെർണോളിസ് തിയറം? ഇക്വേഷൻ നിങ്ങൾ എഴുതി വയ്ക്കുക. ഫോർ എ സ്ട്രീം ലൈൻ മോഷൻ, ദി സം ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം and potential energy per unit volume is a constant. Next is first law of thermodynamics. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ മാത്രമാണ് ഓർക്കേണ്ടത്. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു പ്ലസ് ഡെൽറ്റ യു. ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈഡ് ടു ദി സിസ്റ്റം. നിങ്ങളിത് ഈ ഇക്വേഷൻ എഴുതിയിട്ട് താഴെ എഴുതുക. ഹീറ്റ് സപ്ലൈഡ് ടു ദി സിസ്റ്റം. ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു sum of work done and change in internal energy. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റാണ്. അത് രണ്ട് കാര്യങ്ങളുടെ സമ്മായിരിക്കും. എന്തിൻ്റെയൊക്കെ ആയിരിക്കും? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ്, ഡെൽറ്റ ഡബ്ല്യു വർക്ക് ഡൺ, അവിടെ ചെയ്യുന്ന വർക്ക്. ദെൻ ഡെൽറ്റ യു ഇൻറ്റേർണൽ എനർജിയാണ്. ഡെൽറ്റ യുസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു പ്ലസ് ഡെൽറ്റ യു. എന്നിട്ട് താഴെ നിങ്ങൾ എഴുതണം ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈഡ് ടു ദി സിസ്റ്റം, ഡെൽറ്റ ഡബ്ല്യു വർക്ക് ഡൺ, ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഒരു രീതിയിലും കൂടി ഇത് എഴുതും. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഈ വർക്ക് ഡണ്ണിനെ പി ഇൻറ്റു ഡെൽറ്റ വി, പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം പ്ലസ് ഡെൽറ്റ യു. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വളരെ സിമ്പിളാണ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ബൈ ദി സറൗണ്ടിങ്സ് ആണ്. ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ഓൺ ദി സറൗണ്ടിങ്സ്. വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആൻഡ്
the change in internal energy of the system. The heat supplied to a system is equal to sum of work done by the system and the change in internal energy of the system. നോക്കുക, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളൊരു ഫോർമുലയാണ് ന്യൂട്ടൺസ് ഫോർമുല. ന്യൂട്ടൺസ് ഫോർമുല പറയുന്നത് സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, സൗണ്ട് വേവ് ഒക്കെ പോലത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ സ്പീഡാണ് ന്യൂട്ടൺസ് ഫോർമുലയിൽ തരുന്നത്. സ്പീഡ് ഓഫ് വേവ് ഇൻ എ ഗ്യാസ് ആണ്, ഒരു ഐഡിയൽ ഗ്യാസ്. ഇപ്പോൾ എയറിലൂടെ സൗണ്ട് വേവ് പോകുന്നു, അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ്. സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് വി ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ. P pressure, rho density of the gas ആണ്. So V equal to root of P by rho. This is Newton's formula. V equal to root of P by rho. പക്ഷേ ഈ ഇക്വേഷനിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഇക്വേഷനിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ലാപ്ലസ് അത് കറക്റ്റ് ചെയ്തു. ലാപ്ലസ് കറക്ഷൻ, ന്യൂട്ടൺ ലാപ്ലസ് ഫോർമുല ഓർ ലാപ്ലസ് കറക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് സെയിം ഇത് വി ആണ്. അതായത് സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇൻ എ ഐഡിയൽ ഗ്യാസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. അഡീഷണൽ ആയിട്ട് ഗാമയും കൂടെ റൂട്ടിനകത്ത് വന്നു. ഗാമ പി ബൈ റോ വേർ ഗാമ ഇസ് ഈക്വൽ ടു സി പി ബൈ സി വി. റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ് ആണ്. ഗ്യാസിൻ്റെ രണ്ട് സ്പെസിഫിക് ഹീറ്റ്സ് ആണ് സി പി ആൻഡ് സി വി. അതായത് സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇതിൻ്റെ റേഷ്യോ ആണ് ഗാമ. ന്യൂട്ടൺസ് ഫോർമുല വി ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ ആയിരുന്നു. ന്യൂട്ടൺ ലാപ്ലസ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. അടുത്തതായിട്ട് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് ലോ പഠിക്കാനുണ്ട്. രണ്ടും കുറച്ച് ലെങ്തിയാണ്, പക്ഷേ സിമ്പിളായിട്ട് ഡയഗ്രാം ഫോർമുലയും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പാരലൽ ആക്സിസ് തിയറം, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ നമുക്കിവിടെ ഒരു റിജിഡ് ബോഡി ഉണ്ട്, ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ സെൻറ്റർ ഇതാണ്, ഈ സെൻറ്ററിലൂടെ പോകുന്ന ഒരു ആക്സിസ് ഉണ്ട്. ഓക്കെ, ഇനി അതല്ലാതെ ഇതിന് പുറത്തായിട്ട് ഏതെങ്കിലും ഒരു ആക്സിസ്, ഇങ്ങനെ ഞാൻ രണ്ട് ആക്സിസ് വരച്ചിട്ടുണ്ട് അല്ലേ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്കറിയാം, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആക്സിസ് മെൻഷൻ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടെ ഈ ലോ അനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് എനി ആക്സിസ്, നമുക്കിപ്പോൾ ഈ ആക്സിസ് എടുക്കാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് an axis passing through its center of mass and the product of mass and the square of the distance between the axis. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് പെട്ടെന്നൊന്നും മനസ്സിലായില്ല, വളരെ സിമ്പിളാണ്. ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഞാൻ ഈ ആക്സിസിനെ ഇസഡ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ആണല്ലേ. അപ്പോൾ ഐ ഇസഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദിസ് ആക്സിസ്, ഇസഡ് ആക്സിസ്. ഇനി ഇത് ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ഒരു ആക്സിസ് ആണ്. ഇതിന് ഈ ആക്സിസിനെ എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ സി എം എന്ന് കൊടുക്കാം. ഈ രണ്ട് ആക്സിസിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എ, മാസ് ഓഫ് ദ ബോഡി എം. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ എടുത്തു? എം മാസമുള്ള ബോഡി എടുത്തു. അത് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയേണ്ട ഒരു ആക്സിസ് ഉണ്ട്. അതിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന മറ്റൊരു ആക്സിസ് എടുത്തു. ഈ രണ്ട് ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ സെഡും ഐ സി എം എന്നും കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എനി ആക്സിസ്, ഫോർ എക്സാമ്പിൾ ദ ഇസഡ് ആക്സിസ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു, അതെന്തിന് ഈക്വൽ ആയിരിക്കും? സം ആണ് അല്ലേ, രണ്ട് കാര്യങ്ങളുടെ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ പാരലൽ ആക്സിസ്, ഇതിന് പാരലായിട്ടുള്ള ഈ ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പാസിങ് ത്രൂ ദി സെൻറ്റർ ഓഫ് മാസ്, ആ പാരലൽ ആക്സിസ് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യണം. അപ്പം ഐ സി എം പ്ലസ് മാസും ഈ രണ്ട് ആക്സിസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറും, അത് രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുക്കണം. അതായത് മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആക്സിസ്, എം ഇൻറ്റു എ സ്ക്വയർ, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഈ പടം വരയ്ക്കുക. ആദ്യം രണ്ട് ആക്സിസ് മാർക്ക് ചെയ്യുക, ഒരെണ്ണം സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്നു, രണ്ടും പാരലാണ്, ഇടയിലുള്ള ഡിസ്റ്റൻസ് എ, എം മാസ് ഓഫ് ദ ബോഡി. പിന്നെ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതി വയ്ക്കുക, ഐ ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആക്സിസ് ഐ എന്ന് കൊടുക്കാം നമുക്കല്ലേ. ഐ ഈക്വൽ ടു ഐ സി എം പ്ലസ് എം ഇൻറ്റു എ സ്ക്വയർ. ഇത് പഠിക്കാൻ എളുപ്പമാണല്ലേ. ഐ ഈക്വൽ ടു ഐ സെൻറ്റർ ഓഫ് മാസ് ഐ സി എം പ്ലസ് എം ഇൻറ്റു എ സ്ക്വയർ, എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആക്സിസ്, ഐ സി എം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ about an axis passing through the center of mass. Okay, പിന്നെ നിങ്ങൾ തിയറം കേട്ട് നോക്ക്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എനി ആക്സിസ്
is equal to the sum of moment of inertia about a parallel axis passing through the center of mass. അതാണ് ICM. And the product of mass of the body and the square of the distance between the axis. Okay. അപ്പോൾ I equal to ICM plus MA square എന്നും ഈ ഫിഗറും വരയ്ക്കാം, നിങ്ങൾക്ക് പഠിക്കാം. അത്രയെങ്കിലും എഴുതി വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പാടുള്ള ഒരു പാരലൽ ആക്സസ് തിയറം പടം വരയ്ക്കുക. I equal to ICM plus MA square വേർ M മാസ് ഓഫ് ദ ബോഡി, അതൊക്കെ എഴുതണം കേട്ടോ. M മാസ് ഓഫ് ദ ബോഡി, A ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആക്സിസ്, ഇതും എഴുതണം. So what is parallel axis theorem? Moment of inertia about any axis is equal to moment of inertia about sum of moment of inertia about a parallel axis passing through the center of mass and the product of mass of the body and the square of the distance between the axis. Next theorem, perpendicular axis theorem. ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ലെങ്തിയാണ്, പക്ഷേ എഴുതാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതൊരു പ്ലെയിനാർ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയെ പറ്റിയാണ് പറയുന്നത്. ഒരു ലീഫ് ലൈക്ക്, അതായത് കട്ടി കുറഞ്ഞ ഒരു പ്ലെയിനാർ ബോഡി, ആ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് കണ്ടോ, ഇസഡ് ആക്സിസ്. ഇനി ആ ബോഡിയിലുള്ള രണ്ട് ആക്സിസ് എക്സ് ആൻഡ് വൈ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഇസഡ് ആക്സിസ്, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദി ബോഡി, ഈ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള moment of inertia. I ആണ് moment of inertia, z axis and iz is equal to ix plus iy. ഇത്രയേ ഉള്ളൂ perpendicular axis theorem. Iz moment of inertia about a perpendicular axis is equal to sum of moment of inertia about two parallel axes. ഓക്കെ, ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇനി ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതേത് തിയറമാണ്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിനാർ ബോഡിയാണ് പറയുന്നത്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിനാർ ബോഡി. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിനാർ ബോഡി എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ഈസ് ഈക്വൽ ടു the sum of moments of inertia about two perpendicular axes concurrent with the perpendicular axis lying in the plane of the body. അതായത് moment of inertia of a planar body about an axis perpendicular to its plane. ഇതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിൻ്റെ moment of inertia is equal to, ഇത് രണ്ടും തമ്മിലും പെർപെൻഡിക്കുലർ ആണ്. sum of moment of inertia moments of inertia about two perpendicular axes, വേറെ രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് കൺകറൻറ്റ് വിത്ത് ദിസ് പെർപെൻഡിക്കുലർ ആക്സിസ്, ഈ മൂന്ന് ആക്സിസും കൺകറൻറ്റ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലൈങ് ഇൻ ദി പ്ലെയിൻ ഓഫ് ദ ബോഡി, ബോഡിയുടെ പ്ലെയിനിലുള്ളതും പരസ്പരം പെർപെൻഡിക്കുലറും എന്നാൽ ഈ ഇസഡ് എന്ന് മാർക്ക് ചെയ്ത ആക്സിസുമായിട്ട് കൺകറൻ്റ് ആയിട്ടുള്ള രണ്ട് ആക്സിസിൻ്റെ മൊമെൻറ്റ്സ് ഓഫ് ഇനേർഷ്യയുടെ സം ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ പ്ലെയിനാർ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ IZ is equal to IX plus IY ഈ ഫിഗറും എങ്കിലും ഒന്നും പഠിക്കാത്തവർ പഠിച്ചു വയ്ക്കുക, പഠിച്ചവർ ഒന്നും കൂടെ ഓർത്ത് വയ്ക്കുക. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിനാർ ബോഡി എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഇനേർഷ്യ എബൌട്ട് two perpendicular axes concurrent with the perpendicular axis lying in the plane of the body. Okay.